ഫസ്റ്റിലേക്കത് adapted to cases where gastric symptoms predominate. Other drugs ആന്റിഗ്രൂഡും പൾസേറ്റിലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും ഈ മെഡിസിൻ്റെ കൂടെ. ഇതിന്റെ മെയിൻ പ്രത്യേകത ടങ് ക്ലീൻ ആൻഡ് സ്ലൈറ്റ്ലി കോട്ടഡ്. ഏതാണ് മെഡിസിൻ? യെസ്, ഇപ്പിക്കാക്ക് ആണ്. എല്ലാവരും ആക്ടിവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. ഇപ്പിക്കാക്ക്. ഓക്കെ, ക്ലീൻ ടങ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി കോട്ടഡ് ആണെന്നുള്ളത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ളത്. പിന്നെ കുറച്ച് സ്റ്റൂളിന്റെ കമ്പാരിസൺസ് ആണ് വരുന്നത്. പൈപ്പ് സ്റ്റം സ്റ്റൂൾ ആൻഡ് ഇൻവോളണ്ടറി സ്റ്റൂൾ ഏത് മെഡിസിനിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്? ഡിജിറ്റാലിസിലാണ് പൈപ്പ് സ്റ്റം സ്റ്റൂൾ അല്ലെങ്കിൽ പൈപ്പ് സ്റ്റം സ്റ്റൂൾ എന്ന് പറഞ്ഞാൽ. ഡോഗ് സ്റ്റൂൾ ഏതിനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഫോസ്ഫറസ് ഉണ്ട്, സ്റ്റാഫി ഉണ്ട് കേട്ടോ. കീനോട്ടിന്റെ ബാക്കിലാണ് സ്റ്റാഫി കൊടുത്തിട്ടുള്ളത്. അടുത്തത് സ്റ്റൂൾ ലൈക്ക് ഷീപ്പ് ഡാങ്. ചെലിഡോണിയ ഉണ്ട്, ഓപ്പിയം ഉണ്ട്, പ്ലംബ് ഉണ്ട്. ഓക്കെ, കീനോട്ട് തന്നെ പറഞ്ഞിരിക്കുന്നതാണ് ബാക്കിൽ അതിന്റെ റെപ്പർട്ടറി പാർട്ട് പോലത്തില്. നെക്സ്റ്റ് റിബൺ ലൈക്ക് സ്റ്റൂൾ. ആർണിക്കയാണ് ആൻസർ വന്നു പോയി. റിബൺ ലൈക്ക് സ്റ്റൂൾ ആർണിക്കയാണ്. അപ്പൊ സ്റ്റൂളിന്റെ കമ്പാരിസൺസ് പൈപ്പ് സ്റ്റം സ്റ്റൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിജിറ്റാലിസ്, ഡോഗ് സ്റ്റൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫോസ്ഫറസും സ്റ്റാഫിസാഗ്രി ഉണ്ട്. ഷീപ്പ് ഡങ് ലൈക്ക് സ്റ്റൂൾ ആണെങ്കിൽ ചെലിഡോണിയ ഉണ്ട്, ഓപ്പിയം ഉണ്ട്, പ്ലംബ് ഉണ്ട്. റിബൺ ലൈക്ക് സ്റ്റൂള് ആർണിക്ക. സാഗോ ലൈക്ക് പാർട്ടിക്കിൾസ് പോകുന്നു പറഞ്ഞിരിക്കുന്ന ഏത് ഡ്രഗിലാണ്? ഫോസ്ഫറസ് ആണ്. അത് ഡയറിയാണ്. അതെ, അതുകൊണ്ട് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തില്ല. ഓക്കെ, ഡയറി വരുമ്പോൾ ഒരുപാട് കമ്പാരിസൺസ് വരും. നെക്സ്റ്റ് പെയിൻ ഇൻ ലോവർ റൈറ്റ് ചെസ്റ്റ് ത്രൂ ടു ബാക്ക്. ബാക്കിലേക്ക് പോകുന്ന വേദനയാണ് റൈറ്റ് ലെഫ്റ്റ് ചെസ്റ്റ് എന്ന്. നാഷ്ലിയാണ് സിംറ്റം. പറഞ്ഞോളൂ ഡോക്ടർ. യെസ്, കാലിക്കാർബാണ്. പെയിൻ ഇൻ ലോവർ റൈറ്റ് ചെസ്റ്റ് ത്രൂ ടു ബാക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് കാലിക്കാർബിലെ സിംറ്റം ആണ്. ഓക്കെ, ലോവർ റൈറ്റ് ചെസ്റ്റ് ബാക്കിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുള്ളത് കാലിക്കാർബാണ്. നെക്സ്റ്റ് ന്യൂറാൾജിയാണ്. ഇൻ വേരിയസ് പാർട്സ് ഓൾവേസ് വിത്ത് ഗ്രേറ്റ് നെർവസ് എക്സൈറ്റബിലിറ്റി ആൻഡ് ഇൻടോളറൻസ് ഓഫ് പെയിൻ ഡ്രൈവിംഗ് ടു ഡെസ്പെയർ. യെസ്, കോഫിന്റെ സിംറ്റം ആണ് ന്യൂറാൾജിയ ഡ്രൈവിംഗ് ടു ഡെസ്പെയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് in all diseases with constant and continuous nausea with profuse saliva, vomiting of white glary mucus in large quantities without relief. ഏതാണ് മെഡിസിൻ? ഇപ്പിക്കാക്കാണ്. ഓക്കെ, വിത്തൗട്ട് റിലീഫ് ആണ് ഇപ്പിക്കാക്കിൽ പറയുന്നത്. ബാക്കി സിംപ്റ്റംസ് disease is faulty and defective nutrition with reflex affection of nervous center. Lag deferential ആണ്. Disease with faulty and defective nutrition with reflex affections of nervous centers എന്ന് പറഞ്ഞിട്ടുള്ളത് ലാക് ഡിഫ്ലോറേറ്റീവ് സിംറ്റം ആണ്. ഹൈപ്പർ സെൻസിറ്റീവ്നെസ് ഓഫ് വൾവ ആൻഡ് വജൈന. നമുക്ക് പഠിക്കാൻ കോഫിയാണ് കേട്ടോ. ഹൈപ്പർ സെൻസിറ്റീവ്നെസ് ഓഫ് വൾവ ആൻഡ് വജൈന കോഫിയാണ്. ഫർദർലി ഏതോ ഒരു ബുക്കിലെയാണ് ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നു പോയിട്ട് ഏത് ബുക്കിലാന്നുള്ളത്. മൊഡാലിറ്റീസ് എഗ്രിവേഷൻ 3 to 4 AM. കാലിക്കാർബാണ് നമുക്ക് പഠിക്കാനുള്ള ഡ്രഗില്. മൊഡാലിറ്റീസ് 3 to 4 AM എന്ന് പറഞ്ഞിട്ടുള്ളത് കാലിക്കാർബാണ്. ഓക്കെ, മൊഡാലിറ്റീസ് ജസ്റ്റ് മെൻഷൻ ചെയ്തെന്നുള്ളൂ. അത് സ്റ്റൊമക്ക് ഫീൽസ് റിലാക്സ്ഡ് ആസ് ഇഫ് ഹാങ്ങിങ് ഡൗൺ. ഇപ്പിക്കാക്കിന്റെ ബ്രാക്കറ്റിൽ 2 മെഡിസിൻസ് ഉണ്ട്. സ്റ്റാഫി. യെസ്, സ്റ്റാഫി. ഇഗ്നേഷ്യൻ സ്റ്റാഫി ആണ്. സ്റ്റൊമക്ക് ഫീൽസ് റിലാക്സ്ഡ് ആസ് ഇഫ് ഹാങ്ങിങ് ഡൗൺ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പിക്കാക്, ഇഗ്നേഷ്യ ആൻഡ് സ്റ്റാഫിസാഗ്രി. സ്ലീപ് ടിൽ 3 AM ആഫ്റ്റർ വിച്ച് ഓൺലി ഡോസിങ്. കോഫിയിലെ സിംറ്റം ആണ്. സ്ലീപ്പ് ടിൽ 3 AM ആഫ്റ്റർ വിച്ച് ഓൺലി ഡോസിങ്. ബോറിക് പറഞ്ഞിട്ടുള്ളത് കോഫിയാണ്. പൾസ് ഫുൾ, ഇറഗുലർ, വെരി സ്ലോ, വീക്ക്, ഇന്റർമിറ്റിംഗ്, എവറി 3rd,
fifth, seventh beat. Digitalis. Yes, digitalis ആണ് ഫിഫ്ത്ത് സെവൻത്ത് തേർഡ് ഫിഫ്ത്ത് സെവൻത്ത് ബിറ്റ് ഇന്റർമീഡിയന്റ് ആയിട്ട് വരുന്ന ഇറഗുലർ ആണല്ലോ. ഓക്കെ. കൂൾ എയർ ഈസ് ഫീൽസ് ഹോട്ട് ദോസ് ഹു ഹാവ് വാഗ്യൂ ഓർ ദോസ് ഹു വിത്ത് ഹോൾഡ് ദർ സിംറ്റംസ്. കൂൾ എയർ ഫീൽസ് ഹോട്ട് കാലിക്കാബിലാണ് കേട്ടോ ഈ സിംറ്റം പറഞ്ഞിട്ടുള്ളത്. ദ കൂൾ എയർ ഫീൽ ഹോട്ട് ദോസ് ഹു ഹാവ് വാഗ്യൂ ഓർ ദോസ് ഹു വിത്ത് ഹോൾഡ് ദർ സിംറ്റം എന്ന് പറഞ്ഞിട്ടുള്ളത് കാലിക്കാബില് പറഞ്ഞിരിക്കുന്നതാണ്. സ്ട്രോങ് ബ്ലാക്ക് കോഫി ഡ്രങ്ക് ആസ് എ ഹോട്ട് ആസ് പോസിബിൾ. ഇത് ആക്ച്വലി കോഫി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞു ഇതിൽ കൊടുത്തു എന്നുള്ളൂ കേട്ടോ. ഇതിൽ അങ്ങനെ MCQ അല്ല, മനസ്സിലാക്കി വെക്കുക. അങ്ങനെ ഒരു അത് പറഞ്ഞിട്ടുണ്ട്. സ്ട്രോങ് ബ്ലാക്ക് കോഫി drunk as a hot as possible is indispensable as an antidote in large number of poisons, especially narcotics. Narcotics പോലുള്ള പോയിസൺസിൽ ലാർജ് ക്വാണ്ടിറ്റീസ് സ്ട്രോങ് കോഫി കൊടുത്തു കഴിഞ്ഞാൽ ആന്റിഡോട്ട് പോലെ ആവുന്ന ഒരു സെന്റൻസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ക്ലഞ്ചിങ്, സ്ക്വീസിങ്, ഗ്രിപ്പിംഗ് ആസ് ഫ്രം ഹാൻഡ്, ഈച്ച് ഫിംഗേഴ്സ് ഷാർപ്ലി പ്രസിംഗ് ഇൻ ടു ഇൻഡസ്റ്റൈൻ, വേഴ്സ് ഫ്രം മോഷൻ. ഏതാണ് മെഡിസിൻ? Ipecac. അല്ലെ. ഇൻറ്റസ്റ്റൈനില് സ്ക്യൂസിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പിക്കാക്ക് ആണ് വരുന്നത്. കാക്ടസ് ഒക്കെ നമ്മളിവിടെ ആലോചിക്കണം, ബട്ട് ചെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഡിസ്പണ്ടന്റ് ഡസ് നോട്ട് കെയർ ടു ലീവ്, ഹാസ് നോ ഫിയർ ഓഫ് ഡെത്ത് ബട്ട് ഈസ് ഷുവർ ഹി ഈസ് ഗോയിങ് ടു ഡൈ. Lac deflorate. Lac deflorate ആണ് കേട്ടോ. ഡിസ്പണ്ടന്റ് ഡസ് നോട്ട് കെയർ ടു ലീവ്, ഹാസ് നോ ഫിയർ ഓഫ് ഡെത്ത് ബട്ട് ഹി ഈസ് ഷുവർ ഹി ഈസ് ഗോയിങ് ടു ഡൈ. All senses more acute, reads fine print easier. അതാണ് ഇതിലത്തെ ഹൈലൈറ്റ്. റീഡ്, ഫൈൻ പ്രിന്റ് ഈസിയർ, സ്മെൽ, ടേസ്റ്റ്, ടച്ച് എല്ലാം acute ആണ്. Coffee. ഈ കോഫിയിലെ നാഷണലോ പിന്നെ ഫത്തക്കിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓൾ സെൻസസ് മോർ acute, റീഡ്, ഫൈൻ പ്രിന്റ് ഈസിയർ, അതാണ് മെയിൻ ആയിട്ട് ആലോചിക്കേണ്ടത്. ഹോൾ ബോഡി ആസ് ഇഫ് ഇറ്റ് വെയർ ഹോളോ. Whole body as if it were hollow. കാലികാർബിലെ സിംറ്റം കേട്ടോ. ഹോൾ ബോഡി ആസ് ഇഫ് ഇറ്റ് വെയർ ഹോളോ കാലികാർബിൽ കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ. സ്റ്റൂൾ ഗ്രാസ് ഗ്രീൻ ഓഫ് വൈറ്റ് മ്യൂക്കസ്. Ipecac. ഇപ്പിക്കാക്കും കോൾച്ചിക്കും ഉണ്ട് കേട്ടോ ബ്രാക്കറ്റില്. സ്റ്റൂൾ ഗ്രാസ് ഗ്രീൻ ഓഫ് വൈറ്റ് മ്യൂക്കസ് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൾച്ചിക്ക് ഇപ്പിക്കാക്കും ആണ്. പിന്നെ സ്റ്റൂൾ ബ്ലഡി, ഫെർമെന്റഡ്, ഫോമി, സ്ലൈമി, ലൈക്ക് ഫ്രോത്തി, മൊളൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? Ipecac. ഇപ്പിക്കാക്കിൽസ് ഉണ്ട് തന്നെയാണ് കേട്ടോ. രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റൂൾ പറഞ്ഞിട്ടുണ്ട്. സ്റ്റൂൾ ഗ്രാസ് ഗ്രീൻ ഓഫ് വൈറ്റ് മ്യൂക്കസ്, ഇപ്പിക്കാക്കും കോൾച്ചിക്കും. ബ്ലഡി, ഫെർമെന്റഡ്, ഫോമി, സ്ലൈമി, ലൈക്ക് ഫ്രോത്തി, മൊളൈസസ് ആണെങ്കിൽ ഇപ്പിക്കാക്ക്. Autumnal dysentery, discharges from bowel, contain white ruddy particles in large quantities. White mucus, scraping of intestine. സ്ക്രാപ്പിംഗ് ഓഫ് ഇൻറ്റസ്റ്റൈനുള്ള 3 മെഡിസിൻസ് ആണുള്ളത്. ഞാൻ ഈ വൈറ്റ് മ്യൂക്കസ് വന്നതുകൊണ്ട് ഇതിനൂടെ കമ്പയർ ചെയ്തെന്നുള്ളൂ. വൈറ്റ് റെഡി പാർട്ടിക്കിൾസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്, വൈറ്റ് മ്യൂക്കസ്, സ്ക്രാപ്പിംഗ് ഓഫ് ഇൻറ്റസ്റ്റൈൻ. ഗസ് ചെയ്തോളൂ. നമ്മളൊരു യൂറിനറി റെമഡി ഉണ്ട്, പിന്നെ ഒരു ആസിഡ് ഉണ്ട്. കാന്താരിസ്, കോൾച്ചിക്കുണ്ട്. കോൾച്ചിക്കത്തിലാണ് ഈ സിംറ്റം പറഞ്ഞിട്ടുള്ളത്. കോൾച്ചിക്കത്തിന്റെ ബ്രാക്കറ്റിൽ പിന്നെ കാന്താരിസ് ഉണ്ട്, കാർബോളിക് ആസിഡ് ഉണ്ട് കേട്ടോ. ഒരു ആസിഡ് എന്ന് പറഞ്ഞത് കാർബോളിക് ആസിഡ് ആണ്. അതായത് സ്ക്രാപ്പിംഗ് ഓഫ് ഇൻറ്റസ്റ്റൈൻ എന്നുള്ള വേർഡ് മെയിൻ ആയിട്ട് കോൾച്ചിക്കം, കാന്താരിസ്, കാർബോളിക് ആസിഡ്. ഓക്കെ. നെക്സ്റ്റ് സ്റ്റൂൾ ഗ്രീൻ, വാട്ടറി, കൊറോഡിങ് ലൈക്ക് ചോപ്ഡ് എഗ്. Eggs and spinach, hot, very offensive like rotten egg. അർജന്റത്തിന് സിമിലർ ആണ്, ബട്ട് അതിന് ഒരു ഡയപ്പറിലോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞൊരു സിംറ്റം കൂടിയുണ്ട്. ഇത് അർജന്റ് അല്ല. യെസ്, കെമോമിലയാണ്. സ്റ്റൂൾ ഗ്രീൻ, വാട്ടറി, കൊറോഡിങ് ലൈക്ക് ചോപ്ഡ് എഗ് ആൻഡ് സ്പിനാച്ച്. എഗ്സ് ആൻഡ് സ്പിനാച്ച്, ഹോട്ട്, വെരി ഒഫൻസീവ് ലൈക്ക് റോട്ടൺ എഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് കെമോമില. ഓക്കെ. അടുത്തത് സ്റ്റൂൾ ഗ്രീൻ, ഫ്രോത്തി ലൈക്ക് സ്കം ഓഫ് ഫ്രോഗ് പോണ്ട്. വൈറ്റ്, tallow like masses are found floating in stew.
സ്കം ഓഫ് ഫ്രോഗ് പൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് മേക്കാർബിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡയറിയ, ഗ്രീൻ മ്യൂക്കസ് ലൈക്ക് ചോപ്ഡ് സ്പിനാച്ച് ഇൻ ഫ്ലേക്സ് ടേണിംഗ് ഗ്രീൻ ആഫ്റ്റർ റിമൈനിങ് ഓൺ ഡയപ്പർ. അതാണ് അർച്ചന. യെസ്, ഡയപ്പറിന്റെ കഥ പറയുന്നത് അർജുനത്തിലാണ്. പിന്നെ എഗ്ഗും സ്പിനാച്ചും റോട്ടൺ എഗ് എന്നുള്ള ഈ 3 വേർഡും വരുന്നത് കെമോമില. ഓക്കെ, കെമോമില അർജുന്റെ കൺഫ്യൂഷൻ ആണ് കേട്ടോ, ചെറിയ വ്യത്യാസം ഉണ്ട്. അടുത്തത് ഹിയർ അഗൈൻ we would not give coffee in a habitual coffee drinkers but വേറൊരു മെഡിസിൻ കൊടുത്തു. അതായത് നമ്മൾ കോഫി ആക്ച്വലി തിങ്ക് ചെയ്യുക ഹാബിച്വൽ ആയിട്ടുള്ള കോഫി ഡ്രിങ്കേഴ്സിന് കൊടുക്കുമെന്നാണ്. ബട്ട് ശരിക്കും നമ്മൾ മെഡിക്കൽ പറയുന്നത് ഹാബിച്വൽ കോഫി ഡ്രിങ്കേഴ്സ് നമ്മൾ കോഫി കൊടുക്കില്ല, വേറൊരു മരുന്നാണ്. നമ്മളെ ഒരു ചൈൽഡ് റെമഡി ആയിട്ട് നമ്മൾ പറയുന്ന ഒരു മെഡിസിനാണ്. പെയിൻ കൊടുക്കും. ചെമോമിലയാണ്. Here is again we would not give coffee in any habitual coffee drinkers but chamomile കൊടുക്കുന്ന പറയുന്നത്. ഓക്കെ, ക്ലാർക്കിൽ നാഷണൽ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. Weakness and irregular intermitting pulse occurring at climacteric aggravation from least motion. Digitalis ആണ്. Weakness and irregular intermitting pulse occurring at climacteric aggravation least motion, digitalis. Never well since pneumonia. Burning like fire. കാലിക്കാർബാണോ? അതെ, കാലിക്കാർബാണ്. നെവർ വെൽ സിൻസ് ന്യൂമോണിയ, ബേണിംഗ് ലൈക്ക് ഫയർ എന്ന് പറഞ്ഞിട്ടുള്ളത് കാലിക്കാർബിലെ ആണ്. ഓക്കെ, ഇതിൽ ടൂത്തേക്കിന്റെ ഒരു സിംറ്റം ആണ്. Dash medicine in toothache is often caused by taking warm things into mouth, but it's not relieved by taking cold things like coffee. കാലിക്കാർബൺ അല്ല, കാലിക്കാർബൽ ആക്ച്വലി ഞാൻ ഇന്നത്തെ 5 മെഡിസിനിൽ വരുന്ന മെഡിസിൻ അല്ല, കോഫീൻ്റെ കൂടെ കമ്പയർ ചെയ്തൊന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ മെഡിസിനില്ലേ പെയിന് നമ്മൾ കുട്ടികളെ റെമഡി ആയിട്ട് കെമമില ടൂത്തേക്കിൽ ഓഫൺ കോസ്ഡ് ബൈ വാം തിങ്സ് ഇൻ ടു മൗത്ത് ബട്ട് നോട്ട് റിലീവ്ഡ് ബൈ ടേക്കിംഗ് കോൾഡ് തിങ്സ് ലൈക്ക് കോഫി, കെമമില. ഓക്കെ, അടുത്തത് ഓട്ടോമിനൽ ഡിസെൻട്രി കോൾഡ് നൈറ്റ് ആഫ്റ്റർ ഹോട്ട് ഡേയ്സിന് ശേഷം വരുന്ന കോൾഡ് നൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഡിസെൻട്രി ഉണ്ടാവുന്നത്. ഇപ്പിക്കാക്കിന്റെ ബ്രാക്കറ്റിലാണ് colchicum mercuris. Okay, autumnal dysentery, cold night after hot days, ipecac colchicum mercuris. Complaints when warm weather sets in after cold days, diarrhea during spells of hot weather. Bryonia? Yes, bryonia. Okay. വാം വെതർ സെറ്റ്സ് ഇൻ ആഫ്റ്റർ കോൾഡ് ഡേയ്സ് ആണ്. നമ്മൾ ഇത് ഇപ്പിക്കാക്ക് പറഞ്ഞിട്ടുള്ളത് ഹോട്ട് ഡേയ്സ് ആണ് കേട്ടോ, ചെറിയ ഡിഫറൻസ് ഉള്ളൂ. കോൾഡ് ഡേയ്സ്, ഡയറിയ ഡ്യൂറിങ് സ്പെൽ ഓഫ് ഹോട്ട് വെതറിൽ ഉണ്ടാകുന്ന ഡയറിയക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ബ്രയോണിയ. ക്ലിനിക്കിലേക്ക് കൊടുത്ത റിസൾട്ട് ഉണ്ടാവും. അമേരിക്കൻ സിക്ക് ഹെഡ് ഏക്ക് ബിഗിൻസ് ഇൻ ഫോർഹെഡ് എക്സ്റ്റെൻഡിങ് ടു ഓസിപിറ്റ് ഇൻ മോർണിംഗ് ഓൺ റൈസിംഗ്. ആണ് അമേരിക്കൻ സിക്ക് ഹെഡ് ഏക്ക് പറഞ്ഞിട്ടുണ്ട്. ഫോർഹെഡ് തുടങ്ങിയിട്ട് ഓസിപിറ്റിലേക്ക് രാവിലെ ഉണ്ടാവും. ഓക്കെ, ഈ റൈസിംഗ് എന്നുള്ള മാത്രമാണ് ബ്രയോണി കമ്പയർ ചെയ്തിട്ടുള്ളത്. അടുത്തത് അമേരിക്കൻ സിക്ക് ഹെഡ് ഏക്ക് എമിലറേഷൻ പെർഫെക്റ്റ്ലി ക്വൈറ്റ് ഇൻ ഡാർക്ക് റൂം. സാങ്കുനേറിയാണ് ആൻസർ. ഓക്കെ, അമേരിക്കൻ സിക്ക് ഹെഡ് ഏക്ക് എമിലറേഷൻ ബൈ പെർഫെക്റ്റ് ക്വൈറ്റ് ഇൻ ഡാർക്ക് റൂം എന്ന് പറഞ്ഞിട്ടുള്ള സാങ്കുനേറിയാണ്. ടെൻഡൻസി ടു സ്റ്റാർട്ട് വിത്ത് ലൗഡ് ക്രൈ വെൻ ടച്ച്ഡ് ഈവൻ lightly, especially the soles, which leads thrills throughout the whole body. Yes, calicarbonate symptom ആണ്. ഓക്കെ, അതായത് which leads thrill throughout the whole body. അങ്ങനത്തെ ഒരു സിംറ്റം എനിക്ക് കീനോട്ട് പറഞ്ഞിട്ടില്ല. അതായത് സോൾസ് ടച്ച് ചെയ്യാൻ പറ്റാത്ത റെമഡി. ഏഷ്യാറ്റിക് കൊളറ ഫസ്റ്റ് സിംറ്റം where nausea and vomiting predominates.
ഇപ്പിക്കാക്ക് കോൾച്ചിക് ഉണ്ട് കേട്ടോ അതിന്റെ ബാക്ക്. കോൾസ് ഇപ്പിക്കാക്ക് മാത്രമല്ല ഏഷ്യാറ്റിക് ഉള്ള ഇപ്പിക്കാക്ക് നമ്മൾ എന്തായാലും ഓർക്കും നോസിയ വരുമ്പോൾ വോമിറ്റിംഗ് പ്രിഡോമിനേറ്റ് ഇപ്പിക്കാക്ക് ആൻഡ് കോൾച്ചിക്. വീക്ക് ഹാർട്ട് വിത്തൗട്ട് വാൽവുലർ കോംപ്ലിക്കേഷൻ ഡിജിറ്റാലിസ് ഡിജിറ്റാലിസ് ആണ്. വിത്തൗട്ട് വാൽവുലർ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഡിജിറ്റാലിസ് ആണ്. ഓക്കെ. Pain goes to the part uncovered, not lay on. Ill effect of suppressed eruptions in childhood. Pain go to the part uncovered, not lay on. Ill effect of suppressed eruptions in childhood. നേരത്തെ ഞാനൊരു സപ്രഷൻ ഓഫ് അല്ല ന്യൂമോണിയ വന്നതിന് ശേഷമുള്ള എന്ന് പറഞ്ഞ മെഡിസിൻ ഇല്ലേ, ഓർമ്മയുണ്ടോ? യെസ്, ഇവിടെയും കാലിക്കാർബൺ തന്നെയാണ്. Ill effect of suppression of eruption in childhood, കാലിക്കാർബ്. അസ്മയൊക്കെ ചിന്തിക്കാം നമുക്ക് വേണമെങ്കിൽ. Hemorrhage, active or passive, bright red from all the orifices of the body. ഇപ്പിക്കാക്ക് ഇപ്പിക്കാക്ക്. അതിന്റെ ബ്രാക്കറ്റിൽ എറിജിറോൺ മില്ലിഫോളിയോ ഉണ്ട്. എലിഫോളിയം എറിജിറോൺ. ഓക്കെ. ഹാമറേജ് ആക്റ്റീവ് ഓർ പാസീവ് ബ്രൈറ്റ് റെഡ് ആണ്. മില്ലിഫോളിയം ബ്രൈറ്റ് റെഡ് ആണ്. എറിജിറോൺ ബ്രൈറ്റ് റെഡ്. നെക്സ്റ്റ് ഹാമറേജ് പെയിൻലെസ് ആണ്, വിത്തൗട്ട് ഫീവർ. അതാണ് ഇതിന്റെ പ്രത്യേകത. ബ്രൈറ്റ് റെഡ് ഫ്ലൂയിഡ് ബ്ലഡ്. മില്ലിഫോളിയം ആണ് വിത്തൗട്ട് ഫീവറും ബ്രൈറ്റ് റെഡും പെയിൻലെസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹാമറേജ് വരുന്നത്. ഓക്കെ, മില്ലിഫോളിയം. അടുത്തത് ഹെഡേക്കിന്റെ കുറച്ച് കാര്യങ്ങളാണ്. ഹെഡേക്ക് ഇന്റൻസ് ത്രോബിങ് വിത്ത് നോസിയ, വോമിറ്റിംഗ്, ബ്ലൈൻഡ്നെസ്. അത് ബ്ലൈൻഡ്നെസ് ഉണ്ട്, ഒബ്സ്റ്റിനേറ്റ് കോൺസ്റ്റിപ്പേഷനും ഉണ്ട്. ഓക്കെ. എപ്പിജിയ, ഐറിസും സാങ്ക്വിനറിയും ഇതിന്റെ ബ്രാക്കറ്റിൽ കമ്പയർ ചെയ്തിട്ടുണ്ട്. ഏതാണ്? നമ്മളെ മെഡിസിൻ ലാക് ഡിഫ്ലോറേറ്റ് ആണ്. ബട്ട് എപ്പിജിയും ഐറിസും സാങ്ക്വിനറിയും ഒബ്സ്റ്റിനേറ്റ് കോൺസ്റ്റിപ്പേഷനും ബ്ലൈൻഡ്നെസ്സും അത് ആലോചിക്കണേ, മറന്നു പോകരുത്. എപ്പിജി, ഐറിസ്, സാങ്ക്വിനറി ബ്രാക്കറ്റിലുള്ള മെഡിസിൻസ്. Headache feels as if it would burst or as if ice would be pressed out, relieved by sleep. അമേരിക്കൻ സിക്ക് ഹെഡേക്ക് പറഞ്ഞില്ലേ, സാങ്ക്വിനറി തന്നെയാണ്. ഓക്കെ. അതായത് ക്ലോസ്ഡ് ക്വൈറ്റ് ആയിട്ടുള്ള റൂമിലും എമിലറേഷൻ ബൈ സ്ലീപ്പ് ഒക്കെ വരുന്നത് സാങ്ക്വിനറി ആണ്. ഹെഡ് ഫീൽസ് ആസ് ഇഫ് ഇറ്റ് വുഡ് ബേസ്റ്റ്, ആസ് ഇഫ് ഐസ് വുഡ് പ്രസ്ഡ് ഔട്ട്, സാങ്ക്വിനറി. ഓക്കെ. Next, frontal headache with nausea, scalp feels constricted, right tumbles especially affected, sick headache, worse rest, begins with blurring, the blurring of eyes in them before the eyes after relaxing from mental strain. Frontal headache with nausea, scalp feels constricted, right tumbles especially affected, sick headache ആണ്. മൊഡാലിറ്റി പ്രത്യേകതയാണ് വേഴ്സ് റെസ്റ്റ് ആണ്. അതായത് ബ്ലറിംഗ് ഓഫ് വിഷനും ഉണ്ടാവും ആഫ്റ്റർ റിലാക്സിങ് ഫ്രം മെന്റൽ സ്ട്രെയിൻ. നമ്മൾ ഇതിന് ടിഞ്ചർ ഒക്കെ കൊടുക്കും തോന്നുന്നു തലവേദനയ്ക്ക്. അതെ, ഐറിസ് ആണ്. ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ, സെമിനാറിനൊക്കെ കേട്ടതാണ് കൊടുക്കുന്നത്. Iris, frontal headache with nausea, scalp feels constricted, right tumbles especially affected, sick headache. Modality ഓർത്ത് വയ്ക്കുക, വേഴ്സ് റെസ്റ്റ് ആണ് കേട്ടോ ഐറിസ്. പിന്നെ ബ്ലറിംഗ് ഓഫ് വിഷൻ ഒക്കെ ഉണ്ട്. ക്ലോസിംഗ് ഓഫ് അൾസേഴ്സ് ഓർ ഫിസ്റ്റുലസ് ഓപ്പണിംഗ്, ഡിസ്പോസിഷൻ ടു ഫ്ലബൈറ്റിസ്. ഫ്ലബൈറ്റിസ്, അൾസേഴ്സും ഫിസ്റ്റുലസ് ഓപ്പണിംഗ് ഒക്കെ ക്ലോസിംഗ് മെഡിസിൻസ്. കാലിക്കാർബാണ് കേട്ടോ. Closing of ulcers or fistulous opening, disposition to phlebitis എന്ന് പറഞ്ഞിട്ടുള്ളത് കാലിക്കാർബിലാണ്. Uterine profuse clotted ആണ്. Hemorrhages, heavy oppressed breathing during stitches from navel to uterus. ഇപ്പിക്കാക്കിലെ സിംറ്റം ആണ്. ഒപ്രസ്ഡ് ബ്രീത്തിങ് ഉണ്ട് അതിന്റെ കൂടെ. സ്റ്റിച്ചസ് നേവലിൽ നിന്ന് യൂട്രസിലേക്ക് ഉണ്ട്. ഓക്കെ. ഇപ്പിക്കാക്ക്. Sensation as if heart would stop beating if she moved. ഡിജിറ്റാലിസ് cocaine. Okay. Sensation as if heart would stop beating if she moved, digitalis and cocaine. Fear of future and fear of ghost and fear of death and anxious about his own deceased condition. Yes, പേടിയുള്ളത്
fear of future, fear of ghost, fear of death, anxious about his own deceased condition, Calicut. Cutting pain across the abdomen from left to right. Ipecac. Ipecac, left to right, lachesis. Okay. From right to left ആണെങ്കിൽ Lycopodium. വേറെയും കുറെ മെഡിസിൻസ് ഉണ്ട്. ഇങ്ങനെ മാത്രം സിംറ്റം ചോദിക്കില്ല. Hardness of hearing with buzzing as of a swarm of bee. കോഫി ആണ് കേട്ടോ അതിന്റെ ആൻസർ ഇട്ടുപോയി. ഹാർഡ്നെസ് ഓഫ് ഹിയറിംഗ് വിത്ത് ബസിംഗ് ഓഫ് എ സോം ഓഫ് ബീസ്. കോഫി കുറെ കുടിച്ചു കഴിഞ്ഞാൽ ചെവിട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും കേൾക്കുന്നു, അങ്ങനെ കമ്പയർ ചെയ്താൽ മതി ഇതിനെ, അപ്പം നമുക്ക് കിട്ടും. ഓർത്ത് വയ്ക്കാം, കോഫിയാ. ഓക്കെ, അടുത്തത് ഹെഡേക്ക് ആണ്. ഹെഡേക്ക് എമിലറേഷൻ പ്രഷർ, എമിലറേഷൻ ബൈ ബാൻഡേജിങ് ഹെഡ് ടൈറ്റ്ലി. Lac deflorate. ലാക് ഡിഫ്ലറേറ്റ് ഉണ്ട്, അതിന്റെ കൂടെ Pulsatilla. പൾസേറ്റ്ല ആൻഡ് അർജന്റൻ നൈട്രിക്. ഹെഡേക്ക്, എമിലറേഷൻ ബൈ പ്രഷർ ആൻഡ് ബാൻഡേജിങ് ഹെഡ് ടൈറ്റ്ലി, മുറുക്കി കെട്ടുക. ലാക് ഡിഫ്ലറേറ്റ് ഉണ്ട്, അതിന്റെ കൂടെ അർജന്റൻ നൈട്രിക്കും പൾസേറ്റ്ലയാണ് വരുന്നത്. ഓക്കെ, അതായത് ഹെഡേക്ക്, എമിലറേഷൻ ബൈ പ്രഷർ ഓർ ടൈറ്റ് ബാൻഡേജിങ്. സിമിലർ മീനിങ് തന്നെയാണ് കേട്ടോ, ബട്ട് ചെറിയ സെന്റൻസ് ഡിഫറൻസ് ഉണ്ടെന്നുള്ളൂ. പ്രഷർ ഇല്ലാന്നേ ഉള്ളൂ, ഇതിൽ ടൈറ്റ് ബാൻഡേജിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അർജന്റൻ നൈട്രിക്കും ഉണ്ട്, പിന്നെ പൾസേറ്റിലുണ്ട്, അതിന്റെ കൂടെ വേറൊരു മെഡിസിനും കൂടിയുണ്ട്. എപ്പിസ് ആണ് കേട്ടോ. അതായത് ഹെഡേക്ക്, എമിലറേഷൻ ബൈ പ്രഷർ ഓർ ടൈറ്റ് ബാൻഡേജിങ്, അർജന്റൻ നൈട്രിക്കം, എപ്പിസ്, പൾസേറ്റില. ലാക് ഡിഫ്ലറേറ്റ് ഇതിൽ കൊടുത്തിട്ടില്ല. ഹെഡേക്കിന്റെ സമയത്ത് ഹീറ്റ്, ത്രോബിംഗ്, ഡിസ്റ്റൻസിങ് പെയിൻ, ബെറ്റർ ഓൺ പ്രഷർ, വേഴ്സ് ഓൺ മോഷൻ. ബെറ്റർ ഓൺ പ്രഷർ എന്ന് കൊടുത്തിട്ടുണ്ട് ഈ മെഡിസിൻ. ഇത് ഏതാണ്? കീനോട്ട് മെഡിസിൻ ആണ്. ബ്രൈ അല്ല, വേഴ്സ് ഓൺ മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ. ബ്രൈനിയും സിമിലർ ഇത് വരുന്നുണ്ട്. സ്വെല്ലിംഗ്, ഐ മീൻ എഡീമ. സൈനത്തിന്റെ നേരെ ഓപ്പോസിറ്റ് മൊഡാലിറ്റി വരുന്നത്. എപ്പോസൈനത്തിന്റെ ഓപ്പോസിറ്റ് മൊഡാലിറ്റി വരുന്നത് തേഴ്സ്റ്റ് വിത്ത് ഡ്രോപ്സി വിത്തൗട്ട് തേഴ്സ്റ്റ്. Acetic acid. എപ്പിസിന് ഡ്രോപ്സി വിത്ത് തേഴ്സ്റ്റ് ആണ്, വിത്തൗട്ട് തേഴ്സ്റ്റ് അല്ലേ. എപ്പിസ്. ഓക്കെ, ഡിസ്റ്റൻസിങ് പെയിൻ, ബെറ്റർ ഓൺ പ്രഷർ, വേഴ്സ് ഓൺ മോഷൻ, ബ്രയോണിന്റെ സിമിലർ മൊഡാലിറ്റി. അതിന്റെ ഇത് സ്റ്റിച്ചിങ് പെയിൻ ഒക്കെ ആക്കില്ല ബ്രൈഡിൽ വരുന്നത്. ഇവിടെ ത്രോബിങ്ങും ഹീറ്റും ഡിസ്റ്റൻസി പെയിൻ എന്നാട്ടോ പറഞ്ഞിരിക്കുന്നത് എപ്പിസില് ഹെഡേക്കിൻ്റെത്. അടുത്തത് ക്വാറൽ വിത്ത് വൺസ് ബ്രെഡ് ആൻഡ് ബട്ടർ വിത്ത് ഹിസ് ഫാമിലി. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ക്വാറൽ വിത്ത് വൺസ് ബ്രെഡ് ആൻഡ് ബട്ടർ ആൻഡ് ഹിസ് ഫാമിലി, കാലിക്കാർ. കഫ്, ഡ്രൈ ആണ്, സ്പാസ്മോഡിക് ആണ്, കൺസ്ട്രക്റ്റഡ് ആണ്, ആസ്മറ്റിക് ആണ്. കഴിഞ്ഞിട്ടില്ല ടെന്നുണ്ട്. ഡിഫിക്കൽട്ട് ബ്രീത്തിങ് ഫ്രം ലീസ്റ്റ് എക്സസൈസ്. ഈ മൂന്ന് സിംറ്റംസ്. വയലന്റ് ഡിസ്നിയ വിത്ത് വീസിങ്, ആങ്സൈറ്റി അബൌട്ട് ദി സ്റ്റൊമക്ക്. ഇപ്പിക്കാക്ക് ആണ്. നമുക്കിപ്പോ ഒരു 4 സിംറ്റംസ് തന്നിട്ട് ഒന്ന് തെറ്റായി പറഞ്ഞിട്ട് ഏതൊക്കെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ഇനി അങ്ങനെ ആയിരിക്കാം ക്വസ്റ്റ്യൻസ് വരുന്നത് PSCക്കൊക്കെ. കഫ്, ഡ്രൈ, സ്പാസ്മോഡിക്, കൺസ്ട്രക്റ്റഡ് ആസ്മറ്റിക് കഫ് ആണ്. ഡിഫിക്കൽട്ടി ബ്രീത്തിങ് ഫ്രം ലീസ്റ്റ് എക്സസൈസ്, വയലന്റ് ഡിസ്നിയ വിത്ത് വീസിങ് ആൻഡ് ആങ്സൈറ്റി അബൌട്ട് ദി സ്റ്റൊമക്ക്. ശരിക്കും മെറ്റനോമിക്കും നമ്മൾ അങ്ങനെ പഠിക്കണം എല്ലാ സെന്റൻസും. ഇപ്പിക്കാക്ക് ആണ് കേട്ടോ. Faintness or sinking at the stomach, exhaustion, extreme prostration, feels as if he were dying. ഭയങ്കര ഫെയിൻനെസ് ആണ്, സിങ്കിങ് ഉണ്ടോ സ്റ്റൊമക്കിൽ, എക്സോഷൻ, എക്സ്ട്രീം പ്രോസ്ട്രേഷൻ, ഫീൽസ് ആസ് ഇഫ് ഹി വെർ ഡൈങ്. നമ്മളെ കാർഡിയാക് റെമഡി കേട്ടോ അത്. ഫെയിൻനെസ്, സിങ്കിങ് അറ്റ് ദി സ്റ്റൊമക്ക്,
exhaustion, extreme prostration, feels as if he were dying. Digitalis. Trembling of hand, cannot hold the pen. Trembling of hand, cannot hold the pen. കാലിക്കാർബ് അല്ല. കോഫിയാണേ. കോഫി കുടിച്ചിട്ട് കുടിക്കാത്തവർക്ക് കൈവറക്കാന്ന് അങ്ങനെ ആലോചിച്ചു. മിൽക്ക് ആൻഡ് വാം ഫുഡ് ഡിസഗ്രി. മിൽക്കും വാം ഫുഡും ഡിസഗ്രി. മിൽക്ക് ആൻഡ് വാം ഫുഡ് ഡിസഗ്രി. കാലിക്കാർബാണേ. മിൽക്ക് ആൻഡ് വാം ഫുഡ് ഡിസഗ്രി. കാലിക്കാർബ്. Whooping cough, child loses breath, turn pale, stiff, blue, strangling with gagging and vomiting of mucus. ഇപ്പിക്കാക്കാണ് വോമിറ്റിംഗ് ഓഫ് മ്യൂക്കസ് വരുമ്പോഴേ ഇപ്പിക്കാക്കാണ്. ചുമച്ച് ഛർദ്ദിക്കുന്ന കോക്കസ് കാക്റ്റിയും പിന്നെ മിനിറ്റ് ഗൺ കഫും അങ്ങനത്തെ വേറെ ഉണ്ട് കേട്ടോ വോമിറ്റിംഗ് വരുന്നത്. കഫിന് സമയത്ത് ബ്ലീഡിങ് ഫ്രം നോസ് ആൻഡ് മൗത്ത് ഉണ്ട്. അതിന്റെ കൂടെ ഇൻഡിഗോ ആണ് കേട്ടോ. ഫ്ലൈറ്റിൽ പറക്കുമ്പോൾ ചുമച്ച് ബ്ലീഡ് ചെയ്തു. കഫ് ബ്ലീഡിംഗ് ഫ്രം നോസ് ആൻഡ് മൗത്ത്, ഇപ്പിക്കാക്ക് ആൻഡ് ഇൻഡിഗോ. Globus hystericus, sensation of a large ball rising from stomach to throat, causing sense of suffocation. Lac deflorate ഗ്ലോബസിന്റെ ഗ്ലോബസിന്റെ വേറൊരു മെഡിസിൻ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് കാൽമിയം പറഞ്ഞിട്ടുണ്ട്. Lac defloratum, asafoetida and calmia. Globus hystericus, sensation of a large ball rising from stomach to the throat. അതെന്താ ഉണ്ടാക്കുന്നത്? causing sense of suffocation. അടുത്തത് ഗ്ലോബസ് ഹിസ്റ്ററിക്കസ് ആണ്. ബോൾ എവിടുന്ന റൈസ് ചെയ്യുന്ന പറഞ്ഞിട്ടില്ല. റൈസസ് ഇൻ ത്രോട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റേത് ഫ്രം സ്റ്റൊമക് ടു ത്രോട്ട് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സെൻസേഷൻ ആസ് ഇഫ് പെരിസ്റ്റാൾട്ടിക് മോഷൻ വേർ റിവേഴ്സ്ഡ്. ഇസോഫാഗസ് വേർ ഡ്രിവൺ ഫ്രം സ്റ്റൊമക് ടു ത്രോട്ട്. ഇസോഫാഗസ് ആണ് സ്റ്റൊമക് ത്രോട്ടിലേക്ക് ഡ്രിവൺ ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് മെഡിസിൻ? നമ്മൾ കമ്പയർ ചെയ്തതിൽ ഈ മെഡിസിൻ ഉണ്ട്. എസഫോയിറ്റിഡിന്റെ സിംപ്റ്റം ആണ്. ഓക്കെ. ഗ്ലോബസ് ഹിസ്റ്ററിക്കസ്, ബോൾ റൈസ് ഇൻ ത്രോട്ട്, റിവേഴ്സ് പെരിസ്റ്റാൾസിസ് മോഷൻ ഉണ്ടാവും, സെൻസേഷൻ ഉണ്ടാവും. ഇസോഫാഗസ് വെർ ഡ്രിവൺ ഫ്രം സ്റ്റൊമക് ടു ത്രോട്ട്. ഫീലിംഗ് ആസ് ഇഫ് സ്റ്റൊമക് വെർ ഫുൾ ഓഫ് വാട്ടർ. വയറ് ഫുൾ വെള്ളം തോന്നുന്നു. അല്ല, ഇപ്പിക്കാക്കാണ്. ഛർദി എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പിക്കാക്കല്ല, കാലിക്കാർബാണ് പറഞ്ഞ ഡോക്ടറെ. കറക്റ്റ് ആണേ. ഫീലിംഗ് ആസ് ഇഫ് സ്റ്റൊമക് വെർ ഫുൾ ഓഫ് വാട്ടർ, കാലിക്കാർബാണ് കേട്ടോ. കാലിക്കാർബ് വെള്ളത്തിൽ ഇങ്ങനെ. കഫ് വിത്ത് റാറ്റ്ലിംഗ് ഓഫ് മ്യൂക്കസ് ഇൻ ബ്രോങ്കൈ വെൻ ഇൻസ്പയറിംഗ്. റാറ്റ്ലിംഗ് ഓഫ് മ്യൂക്കസ് ഇൻ ബ്രോങ്കൈ വെൻ ഇൻസ്പയറിംഗ്. റാറ്റ്ലിംഗ് പറഞ്ഞൊരു മെഡിസിൻ ഇതിലുണ്ട്. ആന്റിയൻ ടാർട്ട് ഉണ്ട്. ഇപ്പിക്കാക്കും ആന്റിയൻ ടാർട്ടും ഉണ്ട്. വിത്ത് റാറ്റ്ലിംഗ് ഓഫ് മ്യൂക്കസ് ഇൻ ബ്രോങ്കൈ വെൻ ഇൻസ്പയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പിക്കാക്ക് ആൻഡ് ആന്റിയൻ ടാർട്ടാണ്. നമ്മൾ ആസ്മയുടെ വീസ് വെക്കുന്നത് ഇൻസ്പിറേഷനിലല്ലേ? അങ്ങനൊരു കണക്ഷൻ വേണമെങ്കിൽ ചിന്തിക്കാം. പറഞ്ഞോളൂ. നൈറ്റ് എമിഷൻ വിത്ത് ഗ്രേറ്റ് വീക്ക്നെസ് ഓഫ് ജെനൈറ്റൽസ് ആഫ്റ്റർ കോയിഷൻ. നൈറ്റ് എമിഷൻ വിത്ത് ഗ്രേറ്റ് വീക്ക്നെസ് ഓഫ് ജെനൈറ്റൽസ് ആഫ്റ്റർ കോയിഷൻ. ഡിജിറ്റാലിസ്. Want to eat frequently but least food oppresses her. കുറെ തിന്നാതൊന്നും ചെറിയ ഫുഡ് തന്നെ ഭയങ്കരമായിട്ട് നിറഞ്ഞ പോലെ തോന്നും. കാലിക്കാർബാണ്. Want to eat frequently but least food oppresses her. കാലിക്കാർബ്. Okay. Tough pain as if bone were all torn to pieces. ഇപ്പിക്കാക്ക് ആണ്. As if broken ആണെങ്കിൽ യൂപ്പറ്റോറിയം. ഓക്കെ. ടോൺ ടു പീസസ് ആണെങ്കിൽ ഇപ്പിക്കാക്ക് ആണ്. പീസ് ഇപ്പിക്കാക്ക്, ബ്രോക്കൺ യൂപ്പറ്റോറിയം. യൂപ്പറ്റോറിയത്തിന് ഭയങ്കര വേദനയായിരിക്കുമല്ലോ. വോമിറ്റിംഗ് ഇൻസെസന്റ്, നോ റിലേഷൻ ടു ഈറ്റിംഗ്. ഫസ്റ്റ് ഓഫ് അൺഡൈജസ്റ്റഡ് ഫുഡ്, ഇന്റൻസ്ലി ആസിഡ്, ദെൻ ഓഫ് ബിറ്റർ വാട്ടർ. വോമിറ്റിംഗ് ആണ്. വോമിറ്റിംഗ് ഉണ്ട് ബട്ട് ഒരു റിലേഷനും ഇല്ല ഫുഡുമായിട്ട്.
ലാക് ഡിഫ്ലോറേറ്റ് ആണ് കേട്ടോ. പ്രഗ്നൻസിന്റെ സമയത്താണെങ്കിൽ ലാക് ഡിഫ്ലോറേറ്റം, അതിന്റെ കൂടെ ലാക്ടിക് ആസിഡ്, ലാക്ടിക് ആസിഡ്, സോറിനോ. വോമിറ്റിംഗ് ഇൻസസെന്റ് നോ റിലേഷൻ ടു ഈറ്റിംഗ്. അതാണ് ലാക് ഡിഫ്ലോറേറ്റിന്റെ പ്രത്യേകത. പിന്നെ ആദ്യം അൺഡൈജസ്റ്റഡ് ഫുഡ് വരും, പിന്നെ ആസിഡ് ആയിരിക്കും വരും, പിന്നെ ബിറ്റർ വാട്ടർ. അത് ബൈല് വരെ വോമിറ്റ് ചെയ്യും. അതാണ് ഉദ്ദേശിക്കുന്നത് ലാക് ഡിഫ്ലോറേറ്റ്. പ്രഗ്നൻസിയിലാണ് സിംറ്റംസ് ഉണ്ടെങ്കിൽ ലാക് ഡിഫ്ലോറേറ്റ് ഉണ്ട്, സൊറൈൻ ഉണ്ട്, ലാക്ടിക് ആസിഡ് ഉണ്ട്. പ്രഗ്നൻസിയിൽ വരുന്ന വോമിറ്റിംഗ് അധികം ലാക്ടിക് ആസിഡ് പല സ്ഥലത്തും കമ്പാരിസൺ വരുന്നുണ്ട് കേട്ടോ. Feels sleepy and weak while eating, cannot finish her meal. ഉറക്കം കൊണ്ട് തിന്നു തീർക്കാൻ പറ്റില്ല. യെസ്, കാലിക്കാർബന്. വയറ്റിൽ എന്താ പറയുക, വാട്ടറുള്ള പോലെ തോന്നുന്നു. അങ്ങനെ ഒരുപാട് സിംറ്റംസ് ഇതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാലിക്കാർബിൽ. പിന്നെ കുറച്ച് ഇങ്ങനെ വയറ് നിറയുക, ഉറക്കം കാരണം മീൽസ് ഫിനിഷ് ചെയ്യാണ്ടിരിക്കുക. ഇന്റർമിറ്റന്റ് ഫീവർ ഇൻ ബിഗിനിങ് ഓഫ് ഇറഗുലർ കേസസ്. എന്നെ സിംറ്റംസ് ഉണ്ട് വിത്ത് നോസിയ. ഇതൊക്കെ സിംറ്റംസ് മനസ്സിലാവുന്ന വിചാരിക്കുന്നു. ഫ്രം ഗ്യാസ്ട്രിക് ഡിസ്റ്റർബൻസസ് ആഫ്റ്റർ അബ്യൂസ് ഓർ സപ്രഷൻ ഫ്രം ക്യുനൈൻ. Intermittent dyspepsia every other day at same hour, fever with persistent nausea. ഇപ്പിക്കാക്കിൽ സിംറ്റം ആണ്, എല്ലാവർക്കും അറിയുണ്ടാവും. ഫസ്റ്റിലത്തെ സിംറ്റം നമ്മൾ ഓർത്തൊന്നും വരില്ല. ഇന്റർമിറ്റന്റ് ഇൻ ബിഗിനിങ് ഓഫ് ഇറഗുലർ കേസസ് വിത്ത് നോസിയ ഫ്രം ഗ്യാസ്ട്രിക് ഡിസ്റ്റർബൻസസ് ആഫ്റ്റർ അബ്യൂസ് ഓർ സപ്രഷൻ ഓഫ് ക്യുനൈൻ. ഇന്റർമിറ്റന്റ് ഡിസ്പെപ്സിയ ഉണ്ട്, എവറി അതർ ഡേ അറ്റ് സെയിം അവർ, ഫീവർ വിത്ത് പെർസിസ്റ്റന്റ് നോസിയ. ആൻസർ ഇപ്പിക്കാക്കി. ഇപ്പിക്കാക്കിൽ പൊതുവെ നോസിയ സിംറ്റംസ് കിട്ടും നമുക്ക് ക്വസ്റ്റ്യൻസിൽ. ഗ്രേറ്റ് വീക്ക്നെസ് ഓഫ് ചെസ്റ്റ്, കനോട്ട് ബിയർ ടു ടോക്ക്. ഡിജിറ്റാലിസ് ആൻഡ് സ്റ്റാനമാറ്റ നമ്മൾ കൂടുതൽ കേട്ടിട്ടുണ്ടാവുക. വീക്ക്നെസ് ഓഫ് ചെസ്റ്റ്, കനോട്ട് ബിയർ ടു ടോക്ക്. ഗ്രേറ്റ് വീക്ക്നെസ് ഇൻ ചെസ്റ്റ്, അഗ്രവേഷൻ ഫ്രം ടോക്കിംഗ്, ലാഫിംഗ്, റീഡിംഗ് അലൗഡ്, സിംഗിങ്, സോ വീക്ക് അൺഎബിൾ ടു ടോക്ക്. സ്റ്റാനമെറ്റൽ സിംറ്റം. ഓക്കെ, വീക്ക്നെസ് ഓഫ് ചെസ്റ്റ്, ലാഫിംഗ്, റീഡിംഗ് ഒക്കെ ഉണ്ട്. അടുത്തത് ഫീലിംഗ് ആസ് ഇഫ് കോൾഡ് ഫ്ലൂയിഡ് പാസസ് ത്രൂ ഇന്റസ്റ്റൈൻ ഡ്യൂറിംഗ് മെൻസസ്. ഈ വെള്ളത്തിന്റെ കളരിയേഷൻ കാലിക്കാർബിലാണ്. ഓക്കെ, ഫീലിംഗ് ആസ് ഇഫ് കോൾഡ് fluid passes through intestines during menses, കാലിക്കാർബ്. The chief action is on ramification of the pneumogastric nerve, produces spasmodic irritation in chest and stomach. Okay, pneumogastric nerve ramification ഒക്കെ പറഞ്ഞിട്ടുള്ളത് ചീഫ് ആക്ഷൻ ഇപ്പിക്കാക്കാണ്. കോൺസ്റ്റിപ്പേഷൻ വിത്ത് ഇൻഅഫക്ച്വൽ ഏർജിങ്. ഇങ്ങനെ ഒരു സിംറ്റം ചോദിക്കില്ല. നെക്സോമിക്ക. ഫീസസ് ഡ്രൈ ആൻഡ് ഹാർഡ്, ലാക് ഡിഫ്ലോറേറ്റം, ബ്രയോണിയ, സൾഫർ. ഇത്ര ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഇല്ല കേട്ടോ. ഇനി ഞാൻ കീനോട്ടിൽ ഫുൾ തീർക്കേണ്ടതുകൊണ്ട് ജസ്റ്റ് എഴുതിയെന്നുണ്ട്. സെൻസേഷൻ ഓഫ് ലംപ് റോളിംഗ് ആൻഡ് റൈസിംഗ് ഫ്രം അബ്ഡമൻ, റൈറ്റ് സൈഡിൽ ടു ദ ത്രോട്ട്, ബാക്ക് അഗെയിൻ തിരിച്ചു പോകും ഓൺ കഫിംഗ്. കാലിക്കാർബാണ് കേട്ടോ. സെൻസേഷൻ ഓഫ് ലംപ് നമ്മൾ എസഫൈറ്റിഡും ലാക് ഡിഫ്ലോറേറ്റ് ഒക്കെ കമ്പയർ ചെയ്തു. ഇവിടെ പറയുന്നത് കാലിക്കാർബാണ്. സെൻസേഷൻ ഓഫ് ലംപ് റോളിംഗ് ആൻഡ് റൈസിംഗ് ഫ്രം അബ്ഡമൻ, റൈറ്റ് സൈഡ് ടു ദ ത്രോട്ട്, തിരിച്ചങ്ങോട്ട് പോകും ഓൺ കഫിന്റെ സമയത്ത് ഉണ്ടാവാം കാലിക്കാർബ്. അടുത്തത് പെർസിസ്റ്റന്റ് നോസിയ, വോമിറ്റിംഗ്, വിച്ച് ഫോം ദ ചീഫ് ഗൈഡിംഗ് സിംറ്റം. ഇൻഡിക്കേറ്റഡ് ആഫ്റ്റർ ഇൻഡൈജസ്റ്റബിൾ ഫുഡ്, റെസിൻസ് ആൻഡ് കേക്ക്. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പിക്കാക്കാണ്. മേ ബി ഒരു സെക്കൻഡ് ഇത് വരികയാണെങ്കിൽ ഇപ്പിക്കാക്കി ചിന്തിക്കണം. ഇൻഡിക്കേറ്റഡ് ആഫ്റ്റർ ഇൻഡൈജസ്റ്റഡ് ഫുഡ്, റെസിൻസ്, കേക്ക് എക്സെട്ര ആണെങ്കിൽ ഇപ്പിക്കാക്ക്. അടുത്തത് സ്റ്റൂൾ വെരി ലൈറ്റ് ആഷ് കളേർഡ്, ഡിലേഡ് ആൻഡ് ചോക്കി. ചിലിഡോണിയ ഉണ്ട്, പോഡോഫൈലും ഉണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് വൈറ്റ് ആണെങ്കിൽ ഡിജിറ്റാലിസ് ഉണ്ട്, stool very light ash color, delayed and chalky. Full of disease for what they know not. Epicacal symptom to full of disease for what they know not പറഞ്ഞിട്ടുള്ളത് epicacal symptoms ആണ്. Stool large, hard, great straining, lacerating anus, painful, excoriating cry. ഡിഫ്ലോറേറ്റ് ആണ്. ലാസറേറ്റഡ് ആനസും ഭയങ്കര കരച്ചിലൊക്കെ ഉണ്ടാകുന്നത്. പെയിൻ ഫ്രം നേവൽ ടു യൂട്രസ്.
Ipecac. Ipecac. Navel to uterus. Ipecac ആണ്. Face pale, death-like appearance, bluish red. Digitalis. ഡിജിറ്റാലിസിന്റെ സിംറ്റം ആണ്. ഫേസ് പെയിൽ, ഡെത്ത് ലൈക്ക് അപ്പിയറൻസ് ആൻഡ് ബ്ലൂ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഡിജിറ്റാലിസ് ആണ്. വുമൺ had taken 10 to 12 enema daily, often passes 4 to 5 weeks without an evacuation, constipation, 15 years standing, long standing constipation ഉള്ളത് enema യൂസ് ചെയ്തു എന്ന് പറഞ്ഞ വേർഡൊക്കെ വരുന്നത് ഏത് മെഡിസിനിലാണ്? Lag different. ലാക് ഡിഫ്ലോറേറ്റത്തിലാണ്. നെക്സ്റ്റ് ഒബ്സ്റ്റിനേറ്റ് കോൺസ്റ്റിപ്പേഷൻ ഫോർ ഇയേഴ്സ്, റക്ടം സീംസ് ടൈഡ് അപ്പ് വിത്ത് സ്ട്രക്ചർ. ഇതാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്, ടൈഡ് അപ്പ് വിത്ത് സ്ട്രക്ചർ. വെൻ എനിമ വാസ് യൂസ്ഡ് അഗ്നി ഓഫ് പാസേജ് വാസ് ലൈക്ക് എ ലാബർ. ലേക്കനും ട്യൂബർക്കുലിനും അതിന് കമ്പയർ ചെയ്തിട്ടുണ്ട്. ഏതാണ് മെഡിസിൻ? Anacardi. അനാക്കാർഡി അല്ല, Staphylococcus. സിഫിലിൻ ആണ്. ഓക്കെ. Obstinate constipation for years, rectum seems tied up with stricture. When enema was used, agony of passage was like labor. ലാക്കനൈനും ട്യൂബർക്കുലിനും ഉണ്ട്. സിഫിലിനത്തിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഷോക്ക് ഇൻ ഓൾ ലിംബ് ഓൺ ഗോയിങ് ടു സ്ലീപ്പ്. ഉറങ്ങാൻ പോകുമ്പോൾ ലിംബുകൾ കാലും കൈക്കും ഷോക്ക് പോലെ തോന്നുന്നത് ഇഗ്നേഷ്യം ഇപ്പിക്കാക്കുമാണ്. ഷോക്ക് ഇൻ ഓൾ ലിംബ് ഓൺ ഗോയിങ് ടു സ്ലീപ്പ്, ഇപ്പിക്കാക് ആൻഡ് ഇഗ്നേഷ്യം. ഓക്കെ, ഇപ്പിക്കാക് ആൻഡ് ഇഗ്നേഷ്യം. ബാക്ക് ഏക്കിന്റെ കൂടെ സ്വെറ്റി, വീക്ക്നെസ് ആഫ്റ്റർ അബോർഷൻ, ആഫ്റ്റർ ലേബർ, ആഫ്റ്റർ യെസ് കാലിക്കാർബാണ്. കാരണം ബാക്ക് ഏക്കും വീക്ക്നെസ് ഒക്കെ വരുന്നുണ്ട് കാലിക്കാർബാണ്. ഈറ്റിംഗ് വൈൽ വാക്കിംഗ്, ഫീൽ ആസ് ഷീ മസ്റ്റ് ഗിവ് അപ്പ് ആൻഡ് ലൈ ഡൗൺ. ഇത്രയും സിംറ്റംസ് ഉള്ളത് കാലിക്കാർബിലാണ്. ഓക്കെ. ബ്ലൂനെസ് ഓഫ് സ്കിൻ, ഐലിഡ്സ്, ലിപ്സ് ആൻഡ് ടങ്. Digitalis. സ്കിന്ന്, ഐലിഡ്, ലിപ്സ് ആൻഡ് ടങ് പറഞ്ഞിട്ടുള്ളത്. മെൻസസ് ഡിലേഡ്, സപ്രസ്ഡ് ബൈ പുട്ടിംഗ് ഹാൻഡ് ഇൻ കോൾഡ് വാട്ടർ. Lag different. Calicarb. ലാക് ഡിഫ്ലോറേറ്റവും ബ്രാക്കറ്റിൽ ഒരു മെഡിസിൻ ഉണ്ട്. Cornea. മെൻസസ് ഡിലേഡ്, സപ്രസ്ഡ് ബൈ പുട്ടിംഗ് ഹാൻഡ് ഇൻ കോൾഡ് വാട്ടർ. സ്റ്റോപ്ഡ് ബൈ ടേക്കിംഗ് കോൾഡ് ഓർ പുട്ടിംഗ് ഹാൻഡ് ഇൻ കോൾഡ് വാട്ടർ. ഏതാണ് മെൻസസ്? കോണിയ കേട്ടോ. ജസ്റ്റ് ഇവര് വേറെ ഇത് പറഞ്ഞെന്നുള്ളൂ. ലാക് ഡിഫ്ലോറേറ്റത്തിൽ സ്റ്റോപ്ഡ് എന്നുള്ള വേർഡുള്ള, ഡിലേഡും സപ്രസ്ഡും പറഞ്ഞു. ഇതിൽ ഡയറക്റ്റ് സ്റ്റോപ്ഡ് എന്നുള്ള വേർഡ് പറഞ്ഞെന്നുള്ളൂ. ബാക്കിയൊക്കെ സിംറ്റംസ് സെയിം ആണ്. ലാക് ഡിഫ്ലോറേറ്റും കോണിയം തന്നെയാണ്. ഓക്കെ. ഹെഡേക്ക് ആസ് ഇഫ് bruised all through the bone of head, down in the root of tongue, with nausea. Ipecac. Nausea കണ്ടു കഴിഞ്ഞാൽ എപ്പിക്കാക്ക് ആയിരിക്കും ഒരു 99% മെഡിസിൻ. Okay. Cough dry, paroxysmal, loosen, viscid cough, pus like which must be swallowed. Spasmodic with gagging or vomiting of ingesta. Hard, white, smoky, must fly from throat when coughing. Calicarb. യെസ്, കാലിക്കാർബാഡിയാഗിൻ ചെലിഡോണി ഉണ്ട് കേട്ടോ. അത് പോകുന്നത് നമ്മൾ ചുമക്കുമ്പോൾ പുറത്തോട്ട് പോകുന്നതാണ് ബഡിയാഗിൻ ചെലിഡോണിയൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഫിംഗേഴ്സ് ഗോ ടു സ്ലീപ്പ് ഫ്രീക്വന്റ്ലി ആൻഡ് ഈസിലി. ബ്ലൂനെസ്സും ഗോ ടു സ്ലീപ്പ് ഒക്കെ തോന്നുന്നത് ഡിജിറ്റാലിസിനാണ്. സ്റ്റൂൾ ആസ് ഇഫ് ഫെർമെന്റഡ് ഓർ ഗ്രാസ് ഗ്രീൻ ആസ് ഗ്രാസ് വിത്ത് കോളിക് ആൻഡ് നോസിയ. ഇപ്പിക്കാക്കാണ്. വേറെ പുസ്തകത്തിൽ പറഞ്ഞെന്നുള്ളൂ, നാഷണൽ ഇങ്ങനെ പറഞ്ഞെന്നുള്ളൂ. ഇപ്പിക്കാക്ക് തന്നെയാണ് ഫെർമെന്റഡ്. മറ്റേ മൊളൈസസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡ്രിങ്കിങ് ഗ്ലാസ് ഓഫ് മിൽക്ക് will promptly suppress the flow until next period. ഡ്രിങ്കിങ് ഗ്ലാസ് ഓഫ് മിൽക്ക് പ്രോംപ്റ്റ്ലി എന്നുള്ളത് ലാക് ഡിഫ്ലോറേറ്റത്തിലാണ്. ഫീൽസ് ബാഡ്ലി വീക്ക് ബിഫോർ മെൻസ്ട്രേഷൻ, ബാക്ക് ഏക്ക് ആൻഡ് during menses. കേക്കും കാര്യങ്ങളൊക്കെ വരുന്നത് കാലിക്കാർബിലാണ്. Indicated in fat children, adult who are feeble, catch cold in moist weather. കാലിക്കാർബാണ്. ഫാറ്റ് ചിൽഡ്രൻ, അഡൽട്ട് എന്ന് പറഞ്ഞ വേർഡ് പറഞ്ഞിരിക്കുന്നത് കാലിക്കാർബിലാണ്. കൂടാതെ മോയിസ്റ്റ് കോൾഡ് വെതറിലൊക്കെ അസുഖം വരുന്നത്.